ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ ജെല്ലാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹിബിസ്കസ് ജെല്ലാണ്. എൻ്റെ ശബ്ദത്തിനൊക്കെ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, ജലദോഷമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നല്ല, നമ്മളിപ്പോൾ വിൻ്റർ ഹെയർ കെയർ ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വിൻ്ററിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഒരു ഹെയർ ജെല്ലാണ് കേട്ടോ ഇത്. നമുക്ക് ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചെമ്പരത്തിപ്പൂ ആണ് ഉപയോഗിക്കുന്നത്. ചെമ്പരത്തിപ്പൂ നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ മോയ്സ്ചർ തരാനും മുടി നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാനും മുടിക്ക് നല്ല രീതിയിൽ ഷൈനിങ് തരാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തണുപ്പ് കാലത്ത് നമ്മുടെ മുടിയിൽ നമ്മൾ ആഴ്ചയിൽ ഒരു 2 തവണയോ 3 തവണയൊക്കെ ചെമ്പരത്തിപ്പൂ അടങ്ങിയിട്ടുള്ള പാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി പൊട്ടിപ്പോവാതെയും മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാനും മുടി സ്പ്ലിറ്റ് ആവാതിരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും. അത് മാത്രമല്ല, നമുക്ക് നല്ല രീതിയിൽ മുടി വളർച്ച ഉണ്ടാവാനും ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ എല്ലാവർക്കും ചെമ്പരത്തിപ്പൂ കിട്ടാൻ നല്ല ക്ഷാമമാണ്. ചില സമയത്ത് മാത്രമേ കൂടുതലായിട്ട് ചെമ്പരത്തിപ്പൂ കിട്ടുകയുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെമ്പരത്തിപ്പൂ കിട്ടുന്ന സമയത്ത് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇതുപോലത്തെ ഹെയർ ജെല്ലൊക്കെ തയ്യാറാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 2 ആഴ്ചയൊക്കെ എടുത്ത് വെച്ച് ഉപയോഗിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഹെയർ പാക്കൊക്കെ ഉപയോഗിക്കാനല്ല, തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്, തിരക്കുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ജെല്ലൊക്കെ തയ്യാറാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പാക്കായിട്ട് ഉപയോഗിക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ജെല്ല് ഉപയോഗിച്ചിട്ട് ഏതൊക്കെ തരത്തിൽ പാക്ക് തയ്യാറാക്കാം അതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ ജെല്ലിന് മാക്സിമം നിങ്ങൾക്ക് എത്രമാത്രം ചെമ്പരത്തിപ്പൂ കിട്ടുമോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഇന്ന് വേലിച്ചെമ്പരത്തിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേലിച്ചെമ്പരത്തി കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ വേറെ ഏത് ചെമ്പരത്തിപ്പൂ ആയാലും കുഴപ്പമില്ല. നമ്മുടെ ആ ഒരു മുളക് ചെമ്പരത്തിയില്ല, അതൊഴിച്ച് ബാക്കി ഏത് വേറെ കളർ ചെമ്പരത്തിയോ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ കിട്ടുമോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ എടുത്തിട്ട് ഈ ഒരു ഹെയർ ജെല്ല് തയ്യാറാക്കി എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെമ്പരത്തിപ്പൂ എനിക്കിന്ന് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ആവശ്യത്തിനുള്ള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെയർ ജെല്ല് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ പറിച്ചുകൊണ്ട് വന്നിട്ടുള്ള ചെമ്പരത്തിപ്പൂ എല്ലാം ഇതെല്ലാം എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു മഞ്ഞ പൂമ്പൊടിയും പിന്നെ അതിൻ്റെ ബാക്കിലെ തണ്ട് പച്ച ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി അതിൻ്റെ ഇതെല്ലാം മാത്രമായിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ചിലർ മൊത്തമായിട്ട് എടുക്കലുണ്ട്, പക്ഷേ എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയില്ല അതിൻ്റെ ഇതെല്ലാം എടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം നമുക്ക് എടുക്കാം. പിന്നെ നമ്മൾ ചെമ്പരത്തിപ്പൂ ഇപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് താളിയായിട്ടാണെങ്കിലും ഉപയോഗിക്കട്ടെ, ഏറ്റവും നല്ലതാണ്. നമ്മൾ ഈ കെമിക്കൽ ഷാമ്പൂ ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു 3 തവണ 4 തവണയൊക്കെ നമ്മൾ താളി നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ താളി തയ്യാറാക്കുന്ന കൂട്ടത്തിലും ചെമ്പരത്തിപ്പൂ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് ആ ഒരു മോയ്സ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ, ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കിപ്പോൾ ഫ്രഷ് അലവേറ വീട്ടിലിപ്പോൾ ഒരുപാടുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 2 ലീഫ് പിന്നെ അലവേറ എടുത്തിട്ട് അതിൻ്റെ പച്ച ഭാഗമൊക്കെ കളഞ്ഞിട്ട് ജെല്ല് മാത്രമായിട്ട് ഇതിനകത്തേക്ക് ചേർക്കുന്നത് നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്ത കാരണം ഞാൻ ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതാ എല്ലാ ചെമ്പരത്തിപ്പൂ ഇതെല്ലാം എടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഫ്ലാക്സ് സീഡ് ആണ് കേട്ടോ. അപ്പോൾ ഫ്ലാക്സ് സീഡ് ഞാനിവിടെ ഒരു 4 സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. അത്യാവശ്യം ചെമ്പരത്തിപ്പൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ 4 സ്പൂൺ അളവിൽ എടുക്കുന്നത്. ചെമ്പരത്തിപ്പൂവിൻ്റെ അളവ് ഇപ്പോൾ നിങ്ങൾ കുറവാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഫ്ലാക്സ് സീഡ് നിങ്ങൾ കുറവ് എടുത്താൽ മതി. പിന്നെ ഫ്ലാക്സ് സീഡ് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 4 സ്പൂൺ, അല്ലെങ്കിൽ വലിയ സ്പൂണൊക്കെ ആണെങ്കിൽ 2 സ്പൂൺ അളവിൽ നിറച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലാക്സ് സീഡ് മുടിയിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അലവേറ ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ആവശ്യത്തിനുള്ളത് നിങ്ങൾ ചേർത്ത് കൊടുക്കും. നിങ്ങൾക്ക് ഹെയർ ജെൽ എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 2 ഗ്ലാസ് അളവിൽ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെമ്പരത്തിപ്പൂവും ഫ്ലാക്സ് സീഡും ഒക്കെ കൂടുതലായിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതലായിട്ട് വെള്ളം നിങ്ങൾ എടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് പോയിട്ട് വേഗം തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് തിളപ്പിക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് സമയം നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. 10 മിനിറ്റ് എന്നല്ല, നമ്മളിത് തിളപ്പിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഫ്ലാക്സ് സീഡ് തിളപ്പിക്കുന്ന സമയത്ത് അതൊരു ജെല്ല് ഫോമിലേക്ക് വരും. അപ്പോൾ ആ ഒരു കറക്റ്റ് ഒരു ജെല്ല് ഫോമിലാവുന്ന ആ ഒരു സമയം വരെ നമ്മളിത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഫ്ലാക്സ് സീഡ് ചെമ്പരത്തിപ്പൂ ഒക്കെ നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിലും അടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ പറ്റി പിടിക്കും. അപ്പോൾ അത് നമ്മൾ ഇളക്കി കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ ആദ്യം നന്നായിട്ടൊരു തിള വരുന്ന സമയം വരെ ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. തിള വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു ലോ ഫ്ലെയിമിൽ കിടന്ന് തിളച്ച് ഇങ്ങനെ ആവുന്നതാണ് നമുക്ക് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ചെമ്പരത്തിപ്പൂവിൽ ആ തിള വരുന്ന സമയത്ത് തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളത്തിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ വേലിച്ചെമ്പരത്തി ചേർക്കുന്ന സമയത്ത് എനിക്ക് ഇത്ര നല്ല കളറ് കിട്ടിയിട്ടുള്ളത്. അല്ലാത്ത നമ്മുടെ വേറെ വലിയ ചെമ്പരത്തിപ്പൂവൊക്കെ ഇല്ലേ, അത് ചേർക്കുന്ന സമയത്ത് എനിക്ക് ഇത്രമാത്രം കളറ് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് വേലിച്ചെമ്പരത്തിയാണ്. പിന്നെ എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ, നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ ചെമ്പരത്തിപ്പൂ ഇല്ല, ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡർ ആണ് ഉള്ളതെങ്കിൽ പൗഡർ ചേർത്ത് തയ്യാറാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
അപ്പൊ ഇത് കണ്ടോ, കുറച്ച് സമയം ആയപ്പോൾ തന്നെ നമ്മുടെ ആ വെള്ളത്തിന്റെ ആ ഒരു ഫോമൊക്കെ മാറിയിട്ട് ആ ഒരു ജെല്ല് ഫോമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ചും കൂടി തിക്കാവണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ലൂസ് ആയിട്ടാണ് ജെല്ല് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ജെല്ല് ഫോമിലേക്ക് ആവുന്നത് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞാനിതാ ഏകദേശം ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചേർത്തുള്ള വെള്ളമൊക്കെ അത്യാവശ്യം നല്ല ജെല്ല് ഫോമിൽ വന്നിട്ടുണ്ട്. ഒരുപാട് തിക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് കട്ടയായി പോകും. അപ്പോൾ ഒരുവിധം ജെല്ല് ഫോമിലാകുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം നന്നായിട്ട് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് അരിച്ചെടുക്കണം. തണുത്ത് കഴിയുമ്പോൾ തന്നെ കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട ഒരു ഫോമല്ല കുറച്ചും കൂടി തിക്കായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് നോക്കിയിട്ട് ഓഫ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് തന്നെ അരിച്ചെടുത്താൽ മതി. അരിപ്പോണ്ട് അരിച്ചെടുക്കുന്ന ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ഞെക്കി പിഴിഞ്ഞ് അതിന്റെ മൊത്തം ആ ഒരു സത്ത എടുക്കണമെങ്കിൽ നമുക്ക് തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഒരു വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ അരിച്ചെടുക്കുക. അപ്പൊ ഇതാ നമ്മുടെ ചെമ്പരത്തിപ്പൂവിന്റെ ജെല്ല് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ വലിയ പരിപാടികളും കാര്യങ്ങളും ഒന്നും ഇല്ലാട്ടോ, എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയാം കുറച്ചുകൂടി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അധികം നിങ്ങൾ തിളപ്പിച്ചാൽ മതി. കുറച്ച് ലൂസ് ആയിട്ടാണെങ്കിൽ ഈ രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കിയാൽ മതി. എന്നിട്ട് നിങ്ങൾ നല്ലൊരു ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 2 ആഴ്ചത്തോളം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. വൃത്തിയുള്ള വെള്ളമൊന്നും ഇല്ലാത്ത വൃത്തിയുള്ള ഒരു ബോട്ടിലേക്ക് നിങ്ങൾ മാറ്റുക. എന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക കേട്ടോ. നമുക്ക് പുറത്ത് വെച്ചിട്ട് 2 ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരു 2 മാസത്തോളമൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇത് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വിന്റർ സീസണിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ജെല്ലാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരു പാക്കായിട്ട് ഉപയോഗിക്കാം. മുടിയിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് ഒരു പാക്കായിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച്, ഒരുപാട് അളവിലൊന്നും എടുക്കേണ്ട, കുറഞ്ഞ അളവിൽ എടുത്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ചിട്ട് ഒരു പാക്കായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങാപ്പാൽ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് ഒരു 2 സ്പൂൺ അളവിൽ തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കുറച്ച് ജെല്ല് എടുക്കുക, അതിനകത്തേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കുക, എന്നിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു തന്ന ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പാക്കായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഈ ഒരു അളവിൽ നമ്മൾ തയ്യാറാക്കിയാൽ തന്നെ നമുക്കൊരു 3-4 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാനുള്ളത് ഉണ്ടാവും. കുറഞ്ഞ അളവിൽ എടുത്താൽ മതി. മുടിയിലേക്ക് തേക്കണമെങ്കിൽ മാത്രമേ നമുക്ക് കൂടിയ അളവിൽ വേണ്ടുള്ളൂ. നിങ്ങൾക്ക് മുടിയുടെ സ്കാൽപ്പിൽ മാത്രം തേച്ച് മുടിയിൽ ജസ്റ്റ് ഒന്ന് തേക്കാൻ അധിക അളവിലൊന്നും ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് ആവുക ആ രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കി ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ ചെമ്പരത്തിപ്പൂവിന്റെ ഹെയർ ജെല്ല് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് എടുത്തു വെക്കേണ്ടത്, ഇത് എങ്ങനെയാണ് പാക്കായിട്ട് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എനിക്കിത് പാക്കായിട്ട് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു കേട്ടോ. ജലദോഷം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പാക്കായിട്ട് ഞാൻ മുടിയിൽ ഇട്ട് കാണിക്കാത്തത്, ജലദോഷം ആയതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഇതിന് മുമ്പ് ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയാം. പിന്നെ നമ്മൾ ചെമ്പരത്തിപ്പൂവിന്റെ ഹെയർ ജെല്ല് നമ്മളിങ്ങനെ കോൺഫ്ലോർ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു മുടിക്ക് കുറച്ചും കൂടി നല്ലത് നമ്മളിങ്ങനെ ഫ്ലാക്സ് സീഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ്. കാരണം ഫ്ലാക്സ് സീഡ് നമുക്ക് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഫ്ലാക്സ് സീഡും ചെമ്പരത്തിപ്പൂവും കൂടി ചേരുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.